ഫൈനലി ഇന്നാണ് അനാമികയുടെ ചേച്ചിയുടെ കല്യാണം. ഈ തലക്കെട്ട് കേട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, വേറെ ആരല്ല ആരമണം തന്നെയാണ്. ഞങ്ങളൊരുങ്ങി കഴിയുന്നതിന് മുന്നേ കല്യാണ പെണ്ണ് ഇവിടെ ദക്ഷിണ കൊടുക്കാൻ തുടങ്ങി. അതിന്റെ കൂടെ തന്നെ അനാമിക സന്തോഷം റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. തൂക്കി പിടിക്കാൻ ഒരു പെട്ടി കിട്ടിയപ്പോഴേക്കും അതിന്റെ ഷോ ആയിരുന്നു അനാമികയ്ക്ക്. വീട്ടിലെ ചടങ്ങൊക്കെ കഴിഞ്ഞ് ഇനി നേരെ ഓഡിറ്റോറിയത്തിൽ. അപ്പൊ അവിടെ ഞങ്ങൾ പരിചയപ്പെട്ട അനാമിക സന്തോഷിന്റെ ഫ്രണ്ടാണ് പഞ്ചു. അങ്ങനെ ഞങ്ങൾ 4 പേരും എല്ലാവരും കൂടെ കല്യാണ ബസ്സിൽ കയറി ഓഡിറ്റോറിയത്തിലോട്ട് പോയി. ഞങ്ങൾ അവിടെ എത്തിയ സമയം തന്നെയാണ് ഇങ്ങനെ 3 പേരെ കണ്ടത്. ഇതാണ് ഗൈസ് അഭിനവ് സിദ്ദിന്റെ ഔട്ട്ഫിറ്റ്. എങ്ങനെയുണ്ട്? അരവിന്ദ് ശൈലജന്റെ സായിബാബും പുച്ചാണെങ്കിലും അഞ്ചു എപ്പോഴും ചിരിച്ചോണ്ടായിരിക്കും. ഓഡിറ്റോറിയത്തിൽ വന്നിട്ടാണ് അഖിലക്കയുടെ മുടി കെട്ടത്. ഏതൊരു ഫംഗ്ഷൻ വന്നാലും ഫസ്റ്റ് നമ്മൾ എങ്ങോട്ട് പോകും? അങ്ങനെ കല്യാണ ചടങ്ങൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പിള്ളേരൊക്കെ തള്ളി മറിച്ചിട്ടുണ്ട് അനാമിക സന്തോഷം ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ പോയി. കഴിച്ചിട്ട് കളിക്കാന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാവരും തിന്നാൻ പോയി. മാക്സിമം എല്ലാവരും തിന്നുന്ന വീഡിയോ എനിക്ക് പറ്റിയ പോലെ എടുത്തിട്ടുണ്ട്. പറ്റുന്നത്ര കഴിച്ച് മുതലാക്കിക്കോണമെന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നിട്ടാണ് അനാമിക സന്തോഷം ഞങ്ങളെ വിട്ടത്. അതുകൊണ്ട് മാത്രം ഒരു കുറവും ഞങ്ങൾ ആരും വരുത്തിയില്ല. അഭിനവ് സുധീറിന്റെ ഒക്കെ പള്ളം നിറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ഒന്ന് സീറ്റ് കിട്ടിയത്. ആദ്യമായിട്ടാണ് സദ്യയുടെ കൂടെ ബോളിയും പായസമൊക്കെ ഞാൻ കഴിക്കുന്നത്. ഓഡിറ്റോറിയത്തിലെ സ്പീക്കർ വർക്കല്ലാത്തതുകൊണ്ട് ഡാൻസ് സ്റ്റേജിൽ കളിക്കാൻ പറ്റാത്തതിന്റെ വിഷമം റീൽസ് എടുത്ത് തീർക്കാണ് എല്ലാവരും. അങ്ങനെ ഓഡിറ്റോറിയത്തിലെ പരിപാടികൾ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ചെറുക്കന്റെ വീട്ടിലോട്ട് വിരുന്നിന് പോയി. ദാഹിച്ചിട്ട് കുടിക്കാൻ വെള്ളം കിട്ടാത്തതുകൊണ്ട് മാത്രം ഞങ്ങൾ അവിടുന്ന് ജ്യൂസ് കുടിച്ചു. അപ്പോഴേക്കും ചേച്ചിയും ചേട്ടനും റെഡിയായി വരികയും ചെയ്തു. പറയാതിരിക്കാൻ പോയാ ഞാൻ നോക്കി നിന്ന് പോയി. നല്ല ഭംഗിയായിരുന്നു രണ്ടുപേരും കാണാൻ. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അനാമികയുടെ വീട്ടിലോട്ട് പോയി. അവിടുന്ന് ഹോസ്റ്റലിൽ എത്തിയപ്പോഴേക്കും 12 മണിയൊക്കെ കഴിഞ്ഞു. പിറ്റേന്നിന് പോസ്റ്റിങ്ങിനും പോകണം. ശുഭം. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ ബൈ.